ഒരു വർഷം മുഴുവൻ ആഡ് ചെയ്തിട്ട് കിട്ടിയ ക്വാളിഫൈഡ് ലീഡ്സിനായിട്ടും കൂടുതൽ ക്വാളിഫൈഡ് ലീഡ്സ് അത് കഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ മാസം കൊണ്ട് ജനറേറ്റ് ചെയ്ത ഒരു കഥ കേട്ടാലോ. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ 1 കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആപ്പാണ് ഇൻസൈറ്റ്. അതൊരു മാനേജ്മെന്റ് ആപ്പ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലൈഫ് സേവർ ആപ്പാണ്. നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഒരു വർഷമായിട്ട് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, മറ്റ് മെറ്റ ആഡ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലീഡ്സും ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ ലീഡ്സിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ആപ്പിൽ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. ഈ ഓരോ ഫീച്ചേഴ്സിനെ എടുത്തിട്ട് കൺസ്ട്രക്ഷൻ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് പഠിച്ചത്. ആക്ച്വലി നമ്മൾ വിൽക്കുന്നത് പ്രൊഡക്റ്റ് ഒന്നുമല്ല, ഇതിൻ്റെ കേസിൽ ആപ്പ് ഒന്നല്ല വിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ വിൽക്കുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ അകത്ത് കിടക്കുന്ന സൊല്യൂഷൻസും ഇമോഷൻസും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമ്മൾ കസ്റ്റമർ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസിനെ കുറിച്ചാണ് പഠിച്ചത്. ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനേജ്മെൻറ്റ് ആപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന സമയമുണ്ട്, പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ ഒക്കെ ഉപരി ഒരുപാട് പൈസ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ആംഗിളിൽ എങ്ങനെയായിരിക്കും ഇൻസൈറ്റിൻ്റെ ആപ്പ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചത്. അതിനുശേഷം അവർ ഒരു വർഷമായിട്ട് ചെയ്തിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി. പല കണ്ടന്റും അടിപൊളിയായിരുന്നു, എന്നാൽ ചില കണ്ടന്റുകളൊക്കെ ഒരു വ്യക്തത കുറവും അതേപോലെ തന്നെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താത്തൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ പുറമെ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു CTA ഇല്ലാത്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് ആ ഓഡിയൻസിന് കിട്ടണമല്ലോ, ആ ഒരു ഭാഗത്തൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് നമ്മളെ ആപ്പിനെ സൈക്കോളജിക്കലി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ആഡ് ക്രിയേറ്റീവ്സ് നമ്മൾ OEM എന്നുള്ള നമ്മുടെ സർവീസിലൂടെ സെറ്റാക്കുകയും ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഡെയിലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡ്സുകൾ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വന്ന ലീഡ്സിൽ 95% ലീഡ്സും ക്വാളിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ, നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ചെയ്തത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആപ്പ് അല്ല, പകരം ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് സിസ്റ്റമാറ്റിക് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സേവർ ആപ്പാണ് നമ്മൾ ആക്ച്വലി മാർക്കറ്റ് ചെയ്തത്. നിങ്ങളെ പ്രൊഡക്റ്റും അതിന്റെ കീ ഫീച്ചറും എനിക്ക് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിൽക്കണം എന്ത് വിൽക്കരുത് എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാറ്റിൽ കാണാം.